ഞങ്ങളുടെ ബ്രാഞ്ചുകൾ തൃശൂർ, വടക്കഞ്ചേരി, ആലത്തൂർ, അത്തിപ്പറ്റ, ഒറ്റപ്പാലം, പട്ടാമ്പി. ന്യൂ ബ്രാഞ്ച് ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ പാലക്കാട്. സാക്ഷരതാ അധ്യാപകർക്ക് സ്നേഹാദരം ഒരുക്കി ഒറ്റപ്പാലം നഗരസഭ. ഇത് സാക്ഷരതാ പ്രവർത്തകർക്കുള്ള മികവിന്റെ അംഗീകാരം. ഹയർ സെക്കൻഡറി തുല്യത 7ാം ബാച്ച് അധ്യാപകർക്കായാണ് സ്നേഹാദരം പരിപാടി സംഘടിപ്പിച്ചത്. ഈസ്റ്റ് ഒറ്റപ്പാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രധാനാധ്യാപിക ശ്രീകല ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഒറ്റപ്പാലം ഹയർ സെക്കൻഡറി സ്കൂളിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ ഇൻവിജിലേറ്റേഴ്സ് പറഞ്ഞത്, നിങ്ങളുടെ കേസല്ല, നമ്മുടെ പഠിക്കുന്ന കുട്ടികളുടെ കേസില് ഇൻവിജിലേറ്റേഴ്സ് പറഞ്ഞത്, ഇത്ര നല്ല കുട്ടികളായിരുന്നു, ഞങ്ങൾ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇങ്ങോട്ട് വന്നത് എന്നായിരുന്നു. ഇതേപോലെ തന്നെയാണ് +1 തുല്യത പരീക്ഷ കഴിഞ്ഞ് പലരും പറഞ്ഞു തുല്യതയാണോ, ഞങ്ങളില്ലേട്ടോ, ഞങ്ങൾക്ക് പറ്റില്ലേട്ടോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒഴിഞ്ഞു മാറുമ്പോ ഇവിടെ ഡ്യൂട്ടി പോലും ഇല്ലാത്ത, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ബിദ ടീച്ചർ മലയാളത്തിന്, അതുപോലെ ഗീത ടീച്ചർ ഇംഗ്ലീഷിന്, ഇവരൊക്കെ ഞാൻ വിളിച്ചു വരുത്തിയതാണ്. പല ടീച്ചേഴ്സ് ഇതുപോലെ എന്റെ പരിചയത്തിൽപ്പെട്ട പല ടീച്ചേഴ്സിനും ഞാൻ വിളിച്ചു വരുത്തിയതാണ്. തുല്യതയുടെ ഒരു ഡ്യൂട്ടി ഒന്ന് എടുക്കണട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തിയതാണ്. അപ്പൊ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി വരികയാണ്. തുല്യതയാണോ, ഞങ്ങൾ വരാം, സ്ത്രീകൾ ടീച്ചർ ഉണ്ടോ, തീർച്ചയായിട്ടും വന്നിരിക്കുമെന്നാണ്. അപ്പൊ അങ്ങനെ വിളിച്ചു വരുത്തി പരീക്ഷ നടത്താനുള്ള ഒരു ധൈര്യം എനിക്ക് തന്നത് നിങ്ങളാണ്. കാരണം എന്താന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ട് ക്ലാസ്സിലിരുന്നു. പറയാം, കോപ്പിയടിയൊക്കെ ഉണ്ടായിരുന്നു, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. അത്യാവശ്യം അച്ചടക്ക വിദ്യായ്മ ഉണ്ടായിരുന്നു, അതും ഞാൻ ഇല്ല എന്ന് പറയില്ല. അത് നമ്മളുടെ കുട്ടികളുടെ ഒരു കുസൃതിയായിട്ട് കാണുന്ന പോലെ ഞാൻ കണ്ടുള്ളൂ. അതൊന്നും ഒരിക്കലും സീരിയസ് ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പഠിതാക്കൾ സമാഹരിച്ച തുക പ്രോഗ്രാം ലീഡർമാരും പഠിതാക്കളും ചേർന്ന് കോഴ്സ് കോഓർഡിനേറ്റർ സി അരുണയെ ഏൽപ്പിച്ചു. അധ്യാപകരും പ്രേരക്മാരും പരിപാടിയിൽ പങ്കെടുത്തു.